ഹായ് ഗൈസ്, എല്ലാവർക്കും ഗിഗ്നോ മലയാള ടെക് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് നമ്മളെ ആൻഡ്രോയിഡ് ഫോണിലുള്ള കോൺടാക്ട്സ് എങ്ങനെ ഐഫോണിലേക്ക് മാറ്റാം എന്നുള്ളതാണ്. അപ്പോൾ ഒട്ടുമിക്ക ആൾക്കാർക്ക് അറിയായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അറിയുന്നവർ അറിയാത്തവർക്കും വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ നോക്കാം, ഏതൊക്കെ മെത്തേഡിലൂടെ ചെയ്യാൻ പറ്റും, ആപ്പ് ഉണ്ടോ എന്നൊക്കെ നോക്കാം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത് രണ്ട് മെത്തേഡിലൂടെ നമുക്ക് നമ്മുടെ കോൺടാക്ട്സ് ഐഫോണിലേക്ക് മാറ്റുന്നതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളത് നമുക്ക് ഇന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ ആൻഡ്രോയിഡ് ഫോൺ എടുക്കുക. ആൻഡ്രോയിഡ് ഫോണിൽ നമുക്കൊരു കോൺടാക്ട്സ് എന്നുള്ള ആപ്ലിക്കേഷൻ ഉണ്ടാവും. അതിപ്പോൾ സാംസങ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റേത് കമ്പനി ആയിക്കോട്ടെ, അതിൽ കോൺടാക്ട്സ് എന്നുള്ള ആപ്ലിക്കേഷൻ ഉണ്ടാവും. ആ ആപ്ലിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ നമ്മൾ ഫുൾ കോൺടാക്ട്സ് കാണും. അപ്പോൾ അതിലൊരു 3 ലൈൻസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾ കോൺടാക്ട്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എത്ര കോൺടാക്ട്സ് ഉണ്ടെന്ന് കാണും. അത് മെയിലും ഫോണിലും എല്ലാം ഉള്ള കാണിക്കും. അപ്പോൾ മാനേജ് കോൺടാക്ട്സ് എടുത്തിട്ട് നമ്മൾ മൂവ് കോൺടാക്ട്സ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫോണിൽ നിന്ന് സിമ്മിലേക്കാണോ, അല്ലെങ്കിൽ സിമ്മിൽ നിന്ന് മെയിലിലേക്കാണോ, അല്ലെങ്കിൽ ഫോണിൽ നിന്ന് മെയിലിലേക്കാണോ എന്നുള്ളത് കാണിക്കും. അപ്പോൾ നമുക്കിപ്പോൾ ഫോണിൽ നിന്ന് മെയിലിലേക്കാണ് കോൺടാക്ട്സ് മൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആ ഫോണിനുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഫോണിനുള്ള ഓപ്ഷനാണ് നമ്മളിവിടെ ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനത് അവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഓൾ കോൺടാക്ട്സ് അവിടെ കാണിക്കും ഫോണിലുള്ളത്. അപ്പോൾ അത് സെലക്ട് ചെയ്തിട്ട് ഡൺ എന്നുള്ള കൊടുക്കുക. ഡൺ എന്നുള്ള കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മെയിൽ അവിടെ ഏതൊക്കെ മെയിൽ ആ ഫോണിൽ ഓപ്പൺ ഉണ്ടോ അതൊക്കെ കാണിക്കും. അതിലിപ്പോൾ ഏത് മെയിലിലേക്കാണ് മൂവ് ചെയ്യേണ്ടതെന്നുള്ളത് ആ മെയിൽ സെലക്ട് ചെയ്യുക. മെയിൽ സെലക്ട് ചെയ്തിട്ട് താഴോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മൂവ് എന്നുള്ള ഓപ്ഷൻ കാണാം. അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കോൺടാക്ട്സ് ഒക്കെ, അതായത് ഫോണിലുള്ളതായിക്കോട്ടെ, നമ്മുടെ സിമ്മിലുള്ള കോൺടാക്ട്സ് ആയിക്കോട്ടെ, എല്ലാം മെയിലിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ മൂവ് ചെയ്ത മെയിലുള്ള കോൺടാക്ട്സ് ഇനി എങ്ങനെ നമ്മുടെ ഐഫോണിലേക്ക് എത്തിക്കാമെന്നാണ് നമ്മൾ നോക്കുക. അപ്പോൾ ഐഫോണിൽ നമ്മൾ സെറ്റിങ്സ് എടുത്തതിന് ശേഷം കോൺടാക്ട്സ് ആപ്പ് നമ്മൾ സെർച്ച് ചെയ്യാം. സെർച്ച് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിങ്ങനെ കോൺടാക്ട്സ് ആപ്പ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കവിടെ നിങ്ങൾക്ക് അവിടെ കാണുന്നില്ലേ കോൺടാക്റ്റ് അക്കൗണ്ട്സ് എന്നുള്ള, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഐക്ലൗഡ് ആഡ് കോൺടാക്റ്റ് എന്നുള്ള ഓപ്ഷനിൽ കാണാം. ഐക്ലൗഡിലൊന്നും ഇവിടെ ഒരു നമ്പറും ഇല്ല. അപ്പോൾ നമ്മൾ ആഡ് കോൺടാക്ട്സ് എടുക്കും. അത് ഗൂഗിൾ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളെ ജിമെയിൽ ഐ ഡി അവിടെ ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമ്മളെ ജിമെയിൽ ഐ ഡിയിലാണ് നമ്മളെ കോൺടാക്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിൽ നിന്ന് അങ്ങോട്ടേക്കാണ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളെ ജിമെയിൽ ഐ ഡി, നമ്മളെ മെയിൽ ഐ ഡി അടിച്ച് എൻ്റർ ചെയ്തിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാം. ഇനിയിപ്പോൾ എൻ്റെ മെയിൽ ഐ ഡി അടിച്ച് ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഓൾറെഡി ഞാൻ ഇതിൽ ജിമെയിൽ ആപ്പൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചുകൊണ്ട് മേ ബി നമുക്ക് ലോഗിൻ ചെയ്യുമ്പോൾ പാസ്വേഡ് അടിക്കേണ്ടി വരില്ല. ഇല്ല, പാസ്വേഡ് അടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഫേസ് ഐ ഡി വെച്ചിട്ട് നമുക്ക് ലോഗിൻ ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. കാരണം നമ്മൾ ഇതിൽ ഓൾറെഡി ജിമെയിൽ ആപ്പൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച് അതിൽ സെറ്റപ്പ് ആക്കി വെച്ചതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫേസ് ഐ ഡി വെച്ച് ഇനി ലോഗിൻ ചെയ്യേണ്ട ആവശ്യമേ വന്നിട്ടുള്ളൂ. നിങ്ങൾക്ക് പാസ്വേഡ് വെച്ചിട്ട് തന്നെ ഫേസ് ഐ ഡി അല്ലാണ്ട് സാധാരണ പാസ്വേഡ് വെച്ചും ലോഗിൻ ചെയ്യാം. പിന്നെ അതിന് ശേഷം ഇപ്പോൾ എൻ്റെ നെറ്റ്വർക്ക് സ്ലോ ആയതുകൊണ്ടാണ് ഫുള്ളായിട്ട് ലോഡായി വരാത്തത്. അപ്പോൾ അത് ഇപ്പം ലോഡായി വരും. അപ്പോൾ ലോഡായി വന്നതിന് ശേഷമാണ് നമ്മൾ ബാക്കി, ഇപ്പോൾ അതാ ലോഡായി വന്നിട്ടുണ്ട്. നമുക്ക് iOSഉം നമ്മുടെ ജിമെയിൽ ആയിട്ടുള്ള ആക്സസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇനാബിൾ കൊടുക്കുക. അപ്പോൾ നമ്മളത് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അത് ഞാനിപ്പോൾ മൊത്തം സെലക്ട് ഓൾ കൊടുത്തിട്ട് നമ്മുടെ iOSലേക്ക് നമ്മുടെ ആക്സസും ജിമെയിലിൻ്റെ ആക്സസും കാര്യങ്ങളൊക്കെ കൊടുക്കാമെന്ന് ജസ്റ്റ് കണ്ടിന്യൂ കൊടുത്ത് ഇനിയിപ്പോൾ ഇതാ നമ്മുടെ ജിമെയിൽ ആപ്പിന് മൊത്തം ആക്സസും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് കണ്ടിട്ടില്ലേ നമ്മുടെ കോൺടാക്ട്സ് ആപ്പിലേക്ക് നമ്മുടെ കോൺടാക്ട്സ് എന്നുള്ള ഡീറ്റെയിൽസൊക്കെ അവിടെ ടിക്ക് മാർക്ക് വന്ന് കണ്ടില്ലേ. അപ്പോൾ അത് ജസ്റ്റ് സേവ് കൊടുക്കുക. സേവ് കൊടുത്തതിന് ശേഷം നമുക്കിനി നമ്മുടെ കോൺടാക്ട്സ് അതിൽ കോൺടാക്ട്സ് ആപ്പിലേക്ക് സിങ്ക് ആയിട്ടുണ്ടാവും. ജിമെയിലുള്ള കോൺടാക്ട്സ് സിങ്ക് ആയിട്ടുണ്ടാവും. നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം ഏതൊക്കെ കോൺടാക്ട്സ്. ഇപ്പോൾ ഒന്നും കോൺടാക്ട്സ് വന്നിട്ടില്ല. ഇനി നമുക്കൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. റിഫ്രഷ് ചെയ്യുമ്പോഴത്തേക്ക് കോൺടാക്ട്സും കാര്യങ്ങളൊക്കെ വരേണ്ടതാണ്. സിങ്കായി വരുന്നേ ഉള്ളൂ. ഇതാ കോൺടാക്ട്സും കാര്യങ്ങളൊക്കെ ഇതാ വന്നിട്ടുണ്ട്. നമ്മുടെ ജിമെയിലിനുള്ള കോൺടാക്ട്സ് കാര്യങ്ങളൊക്കെ ഇതാ നമ്മുടെ ഫോണിലേക്ക് എത്തിയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ജിമെയിൽ വഴി നമ്മുടെ കോൺടാക്ട്സും കാര്യങ്ങളും, ജിമെയിലുള്ള കോൺടാക്ട്സും കാര്യങ്ങളും നമ്മുടെ iOSലേക്ക്, നമ്മുടെ ഐഫോണിലേക്ക് നമ്മൾ ഫെച്ച് ചെയ്തെടുക്കുക. ഇതേപോലെ തന്നെയാണ് നമ്മൾ ജിമെയിലുള്ള കോൺടാക്ട്സും കാര്യങ്ങളും നമ്മൾ ആൻഡ്രോയിഡിലും എടുക്കേണ്ടത്. അതായത് നമ്മളെ മെയിലിലുള്ള കോൺടാക്ട്സും കാര്യങ്ങളും നമ്മൾ ആൻഡ്രോയിഡിൻ്റെ നമ്മളിപ്പോൾ ഗൂഗിൾ കോൺടാക്ട്സ് ആപ്പില്ലേ അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇനിയിപ്പോൾ നമുക്ക് മറ്റൊരു മെത്തേഡും കൂടി നോക്കാം. നമ്മുടെ സെറ്റിങ്സിൽ നമ്മുടെ സിമ്മിലുള്ള കോൺടാക്ട്സ് നമുക്ക് നമ്മുടെ ഐഫോണിലേക്ക് ഫെച്ച് ചെയ്തെടുക്കാൻ പറ്റും. അതായത് ഇപ്പോൾ നമ്മൾ സെറ്റിങ്സ് കൊടുത്തതിന് കണ്ടില്ല ഇമ്പോർട്ട് സിം കോൺടാക്ട്സ് എന്നുള്ളത്, അത് നമുക്ക് വേണമെങ്കിൽ ഐക്ലൗഡിലേക്ക് ഫെച്ച് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ജിമെയിലിലേക്ക് ഫെച്ച് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ജിമെയിലിലേക്കാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ സിം കാർഡുള്ള കോൺടാക്ട്സും നമ്മുടെ ജിമെയിലിലേക്ക് ഫെച്ച് ചെയ്തെടുത്തുകൊണ്ട് ആ കോൺടാക്ട്സും കൂടി ഇനിയിപ്പോൾ നമ്മുടെ കോൺടാക്ട്സ് ആപ്പിൽ നമ്മൾ കിട്ടുന്നതായിരിക്കും. അങ്ങനെയാണ് നമ്മൾ സിം കാർഡിലേക്കുള്ള കോൺടാക്ട്സും
സിം കാർഡിലുള്ള കോണ്ടാക്ട്സും നമ്മളെ ജിമെയിലുള്ള കോണ്ടാക്ട്സും നമ്മളെ iOSൽ ഐഫോണിൽ നമ്മൾ കോണ്ടാക്ട്സ് ആപ്പിലേക്ക് എത്തിക്കുക. ഇതേ മെത്തേഡ് തന്നെയാണ് ആൻഡ്രോയിഡിൽ ഉപയോഗിക്കുന്നത്. നമ്മുടെ ജിമെയിലുള്ള കോണ്ടാക്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഗൂഗിൾ കോണ്ടാക്ട്സ് ആപ്പിലേക്ക് നമ്മൾ ഇതേപോലെ തന്നെയാണ് നമ്മൾ ഫെച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ കോണ്ടാക്ട്സും കാര്യങ്ങളൊക്കെ നമ്മളെ ഐഫോണിലേക്ക് കൊണ്ടുവരിക എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഒരുവിധ ആൾക്കാർക്കെല്ലാം അറിയായിരിക്കും. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത്. സിമ്പിളായിട്ടുള്ള ചെറിയ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ.